ആശുപത്രിയിൽ ഒരു 5 5:30 കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. 5:30 5:45 ഒരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കുഴഞ്ഞ് ബുദ്ധിമുട്ട് തോന്നി കടക്കാരൻ തന്നെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ നല്ല കലശലായ നെഞ്ചുവേദനയായിരുന്നു. നെഞ്ചുവേദനയിൽ വലിയ നെഞ്ചുവേദനയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് OP ടിക്കറ്റ് എടുക്കണം. ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചില്ല. ECGക്ക് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ECGക്ക് പൈസ അടയ്ക്കാൻ പോയി. പുള്ളി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കിടക്കാനുള്ള ഒരു സൗകര്യമൊന്നും ചെയ്തു കൊടുത്തില്ല. വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് വൈഫ് എത്തിയത്. ഭാര്യ 1 മണിക്കൂർ കഴിഞ്ഞ് വൈഫ് അറിഞ്ഞ് വൈഫ് എത്തി. അവിടെ പോയി വൈഫുമായിട്ട് സംസാരിച്ച് പിടിച്ച് കസേരയിൽ അല്ലാതെ ഒരു സ്റ്റൂളുണ്ടായിരുന്നു, സ്റ്റൂളിലിരുത്തി അവിടെ നിന്ന് എന്നെ കുഴഞ്ഞ് വീണ് മരിച്ചു. ECG എടുക്കാനായിട്ട് കൊണ്ടുപോയി പൈസ അടച്ച്. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഡിലേ വന്നു. 1 മണിക്കൂറോളം ഡിലേ വന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ അന്ന് ECG എടുക്കാനടക്കം 1 മണിക്കൂർ ഡിലേ ഉണ്ടായി. 1 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. ഏകദേശം 6 മണിയോട് ആശുപത്രിയിലെത്തി. 7 മണിക്കാണ് ശേഷമാണ് മരിച്ചത്. അപ്പോൾ 1 മണിക്കൂർ ഡിലേ അവിടെ വന്നു. എത്തിയ സമയത്ത് ഇവരോട് പറഞ്ഞില്ല നെഞ്ചുവേദനയായിട്ട് വന്ന്? നെഞ്ചുവേദനയാണ്, വലിയ സീരിയസ് ആണ്, നെഞ്ചുവേദനയാണെന്നും അറിയാമല്ലോ. അപ്പോൾ ECG എടുക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് അറിയാമല്ലോ. ടെലസ്കോപ്പ് വയ്ക്കുമ്പോൾ തന്നെ അല്ല അറിയാമല്ലോ അവൻ്റെ വേദന എന്താണ്, ഏത് രീതിയിലാണ്. കൂടുതൽ പരിശോധിക്കുന്നതിൽ ECGക്ക് വിടുന്നത്. വേരിയേഷൻ ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിയാമല്ലോ, അറിയാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു വീണ് മരിക്കില്ലല്ലോ, പെട്ടെന്ന് മരണം സംഭവിക്കില്ലല്ലോ. ആ കസേരയിൽ നിന്ന് വീണു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തി. അപ്പോൾ സംഭവം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അപ്പോൾ 7 മണിയോട് കഴിഞ്ഞതാണ് മരണപ്പെട്ടത്. ECG എടുത്തിട്ട് ഇവരെന്തുകൊണ്ടായി പിന്നെയും വന്ന് ക്യൂ നിൽക്കണോ അങ്ങനെ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞാൽ അതായത് സെക്യൂരിറ്റി പിന്നെ മറ്റ് കക്ഷിയെ പറഞ്ഞ് സെക്യൂരിറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ആ പയ്യൻ്റെ അടുത്ത് കൊണ്ടുപോയ കക്ഷിയോട്. അപ്പോൾ ഇവനെ സമയത്തിന് OP ടിക്കറ്റ് എടുക്കാനും പിന്നെ ECG എടുക്കാനും പിന്നെ പല രീതിയിലും ഹരാസ്മെൻ്റാണ് നടന്നത് സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആശുപത്രിയിൽ തിരക്കുണ്ടായിരിക്കും, ശരി തന്നെയാണ്. ഡോക്ടർക്ക് സീരിയസ് ആണ്, കൊച്ചു പയ്യനാണ്, 52 വയസ്സായാണ്. അപ്പോൾ അങ്ങനെയാണ് കാണുമ്പോഴെങ്കിലും ഒരു സീരിയസ് അവരും കണ്ടില്ല. ഡോക്ടർ എപ്പോഴാണ് വന്ന് നോക്കിയത്? ECG എടുത്ത് ഡോക്ടറെ കാണിച്ചിരുന്നു? ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും സ്പീഡിലൊന്നും അത് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പരിചരണം കിട്ടിയില്ല. പെട്ടെന്നുള്ള ആ സമയമാണല്ലോ. സീരിയസ് ആയിട്ടൊന്നും ഇവരും കണ്ടില്ല. ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത് പ്രാഥമികമായിട്ട് മരുന്ന് കൊടുത്തിരുന്നു, അങ്ങനെ എന്തെങ്കിലും? പ്രാഥമികമായിട്ട് മരുന്ന് കൊടുത്തില്ല. ECGയുടെ ഈ പരിപാടി തന്നെ ആദ്യമായിട്ട് പ്രാഥമികമായിട്ടുള്ള ചെയ്തത്. മരുന്നൊന്നും നൽകിയിട്ടില്ല. മരുന്ന് നൽകിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. മരുന്ന് നൽകിയിട്ടില്ല. ECG ഇത് കണ്ടപ്പോൾ തന്നെ ECG എടുക്കാൻ വിട്ടു. ECG എടുക്കാനായിട്ട് കുറച്ച് ഡിലേ വന്നു. പൈസ അടച്ചിട്ട് വന്നിട്ട് വേണം ECG എടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ECG എടുക്കാൻ കൊണ്ടുപോകുമ്പോഴേ തന്നെ പൈസ അടയ്ക്കാം അല്ല. അത് പിന്നെ ഈ പയ്യനെ അങ്ങോട്ട് ഈ കൂടെ പോയ ബൈസ്റ്റാൻഡറായ ആ കക്ഷിയെ അങ്ങോട്ട് ഓട്ടോ ഡ്രൈവർ അങ്ങോട്ട് കയറ്റിയില്ല. സെക്യൂരിറ്റി പല സമയത്തും തടഞ്ഞു നിർത്തിയതാണ്. ഇതും ഒരു വിഷയമായി. അപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ഡിലേയും അവിടെ വന്നത് അങ്ങനെയാണ്. സെക്യൂരിറ്റിയും ഇവിടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് വീഴ്ച സംഭവിച്ച് തടഞ്ഞതിലാണ് വിഷയം വന്നത്. വേഗം നോക്കില്ല, കുഴഞ്ഞു വീണു. പിന്നെ അപ്പോഴാണ് സ്ട്രെച്ചറിലേക്ക് എടുത്ത് കിടത്തിയ ആ സമയത്ത് തന്നെ ദയനീയ സ്ഥിതി ആയല്ലോ. ആ സമയത്ത് ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അത്രയും നേരം പുറത്തിരിക്കുന്നു. 1 മണിക്കൂറിലധികം. അപ്പോൾ അത്രയും ഒരു സമയം കിട്ടുമായിരുന്നു. ആ ഡിലേ ആണ് മരണകാരണം എന്ന് തന്നെയാണ്. നിൽക്കുകയായിരുന്നു. ഭാര്യ പോയപ്പോൾ നിൽക്കുകയായിരുന്നു. എത്തിയ സമയം മുതൽ അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. അതാണ് ഒരു വിഷയമായത്. ഇത്രയും സീരിയസ് ആയിട്ട് തന്നിട്ട്. അപ്പോൾ അവന് ഇത്തിരി ആരോഗ്യമുള്ള പയ്യനായിരുന്നു. ആരോഗ്യമൊക്കെ ഉള്ളവനാണ്. വേറെ അസുഖമൊന്നുമില്ല, അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾ വിളിക്കും. എൻ്റെ മോളെ മിക്കവാറൊക്കെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വിളിക്കുന്നവനാണ്. വിളിച്ച് സംസാരിക്കും, എല്ലാം ചെയ്യുന്നതാണ്. ഇരുന്ന് കിടത്തി അതിൻ്റെ ഒരു സംവിധാനം ചെയ്തിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ല. ഹാർട്ടിനോളജി പ്രശ്നമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്നതാണ്. ആദ്യത്തെ ഇതാണ് അറിയിക്കുന്നതാണ്. അവന് ഇവിടെ ജനസമ്മതിയുള്ളവനാണ്. രാഷ്ട്രീയമില്ലാതെ ഇവിടെ നെയ്യാറ്റിൻകരയിലെന്ന് പറഞ്ഞാൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ എല്ലായിടത്തും അറിയുന്നവരാണ്. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവർക്കും എന്ത് കാര്യത്തിനും പോകുന്ന ഒരു പയ്യാണ്. ഫാസി എന്നാണ് പറയപ്പെടുന്നത്. ഫാസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര സംവിധാനം, എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. എല്ലായിടത്തും കടക്കാരുമായിട്ടും എല്ലായിടത്തും ഈ ജംഗ്ഷനിൽ എല്ലായിടത്തുമായിട്ട്. കുഴഞ്ഞു വീണതിന് ശേഷമാണ് സ്ട്രെച്ചറിൽ കയറ്റിയത്. CPR അടക്കമുള്ള കാര്യം ചെയ്തത്. അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ. CPR ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേ തന്നെ പോയില്ലേ.
സ്ട്രെച്ചറിൽ കയറ്റി അത് കിടത്തി അങ്ങ് സംഭവം പോയി. ഡോക്ടർ പിന്നെ എത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഡോക്ടർ അതിനകത്ത് കിടക്കയില്ലേ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഭയങ്കര രോഗികളായിട്ട് കിടക്കയില്ലേ, രോഗികളുടെ ഇടയിലല്ലേ ഡോക്ടർ ഇരിക്കുന്നത്.